ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ കേരളത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ഒരു ചരിത്ര സംഭവമായി മാറുമെന്ന് ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് നെടുമൺകാവ് ഗോപാലകൃഷ്ണൻ കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഹാളിൽ ചേർന്ന ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യയുടെ ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീമ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. വിലക്കയറ്റത്തിനും വികസനമില്ലായ്മയ്ക്കുമെതിരെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ പോരാട്ടം. കഴിഞ്ഞ 20 വർഷമായി വികസനം എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞിട്ടില്ലെന്നും കേരളം മദ്യം മയക്കുമരുന്ന് മാഫിയകളുടെയും സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെയും വയൽ കായൽ നികത്തു മാഫിയകളുടെയും കേന്ദ്രമായി മാറിക്കഴിഞ്ഞെന്നും നെടുമൺകാവ് ഗോപാലകൃഷ്ണൻ പറഞ്ഞു. സർവസ്വത്തും അമ്പലങ്ങളിലെ സർവസ്വത്തും അവർ മോഷ്ടിക്കുന്നു. ഭരണാധികാരികൾ നേതൃത്വം കൊടുക്കുന്നു മോഷണത്തിന്. ഈ അടുത്ത് ശബരിമലയിൽ ദേവസ്വം ബോർഡിൽ നടന്നിട്ടുള്ള അഴിമതികൾ വല്ലോരും കൊണ്ടുവന്ന് കൊടുത്ത് കട്ടള ഉൾപ്പെടെ ഇളക്കിക്കൊണ്ട് പോയിട്ട് അതിന്റെ സ്വർണങ്ങൾ മുഴുവനും ഇളക്കി എടുത്ത് വിറ്റുകൊണ്ട് ഈ അമ്പല ക്ഷേത്രങ്ങൾക്ക് പോലും ഇന്ന് രക്ഷയില്ലാത്ത അവസ്ഥയെ കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ നടക്കുന്ന വ്യാപകമായ അഴിമതി ഈ അടുത്ത സമയത്ത് അവിടുത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ വളരെ ഗൗരവമുള്ള അഴിമതികൾ കണ്ടുപിടിച്ചു. അവിടെ വരുന്ന സ്വർണങ്ങൾക്ക് രസീത് കൊടുക്കുന്നില്ല, അവിടെ വരുന്ന സ്വർണങ്ങൾക്ക് കണക്കില്ല, അവിടെ വരുന്ന സമ്പത്തുകളുടെ രേഖകളില്ല. അങ്ങനെ കോടാനുകോടി രൂപയുടെ അഴിമതിയാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ നടന്നിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണം. ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുകയാണ്. ശബരിമല ദേവസ്വം ബോർഡിലും ഗുരുവായൂർ ദേവസ്വം ബോർഡിലെയും ഇതിന്റെ നിജസ്ഥിതിയും അഴിമതിയും അന്വേഷിക്കണം. കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ക്ഷേത്രങ്ങളുടെയും സമ്പത്തിനെ കുറിച്ച് അന്വേഷിക്കണം. ആ സമ്പത്തിന്റെ ഉറവിടം, ആ സമ്പത്ത് ഇപ്പോൾ അവിടെ ഉണ്ടോ, അവിടെ എടുത്തിട്ടുള്ള ഫണ്ടുകളുണ്ടോ, അതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഹാളിൽ ചേർന്ന ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യയുടെ ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ കോർഡിനേറ്റർ KP ഉമ്മർ അധ്യക്ഷത വഹിച്ചു. സന്തോഷ്, സീമ മധു, രഞ്ജിത്ത്, പ്രസാദ് O നായർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.